നമസ്കാരം. സ്ത്രീകൾക്ക് 1500 രൂപ പ്രതിമാസം കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആ 1500 രൂപ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ജീവനക്കാരുടെ ശമ്പളവും 50% വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് 3000 രൂപ വെച്ച് പ്രതിമാസം തരും എന്നാണ് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തത്. 10 കൊല്ലത്തിന് മുമ്പ് 600 രൂപ വെച്ച് 18 മാസം കൊടുക്കാത്തവരാണ് 3000 കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ രാഹുൽ ഗാന്ധി, വി.ഡി. സതീശൻ എന്നിവരുടെ വാക്കുകേട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പോകുകയാണോ? ദയവ് ചെയ്ത് ഈ പോസ്റ്റ് വായിച്ചതിന് ശേഷം മാത്രമേ വോട്ട് കുത്താനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകാവൂ, അല്ലെങ്കിൽ മാറി ചിന്തിക്കണം. അതായത്, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഹിമാചൽ പ്രദേശിൽ സർക്കാർ കടുത്ത ചെലവ് ചുരുക്കലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശമ്പളം വെട്ടിക്കുറച്ചാണ് പുതിയ പ്രഖ്യാപനം വന്നത്. നേരത്തെ പ്രഖ്യാപിച്ച ശമ്പള വർധനവ് തത്കാലം തടഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥരുടെ ശമ്പളം പകുതിയായി കുറയും. മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ശമ്പളവും കോൺഗ്രസ് കുറച്ചിട്ടുണ്ട്. 1952 ശേഷം ആദ്യമായിട്ടാണ് ഹിമാചൽ പ്രദേശിന് ഇത്തരമൊരു അനുഭവം മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു പറയുന്നത്. ബഡ്ജറ്റ് അവതരണത്തിനിടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത്. മുമ്പൊന്നും നേരിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ ശനിയാഴ്ച അവതരിപ്പിച്ചത്. ഈ വേളയിലാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്നും ചെലവ് ചുരുക്കൽ പ്രഖ്യാപിക്കുകയാണെന്നും സർക്കാർ വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ ശമ്പളം 50% വെട്ടിക്കുറയ്ക്കാമെന്നാണ് സുഖ്വിന്ദർ സിംഗ് സുഖു വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ ശമ്പളം 50% വെട്ടിക്കുറച്ചുകൊണ്ട് ഉത്തരവായത്. മന്ത്രിമാരുടെ ശമ്പളം 30% കുറച്ചു. MLA-മാരുടെ ശമ്പളം 20%-ആയാണ് കുറച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ശമ്പളം 30%-ആണ് കുറച്ചത്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പളവും 30% കുറയും. മറ്റ് ഉദ്യോഗസ്ഥരുടേത് 20%-ആണ് കുറയാൻ പോകുന്നത്. ADGP മുതൽ DIG റാങ്ക് വരെയുള്ള പോലീസ് ഓഫീസർമാരുടെ ശമ്പളം 30%-ആണ് കുറച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടേത് 20%-ആയി കുറച്ചു. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 3% ഉയർത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇത് 6 മാസത്തേക്കാണ് മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഗ്രൂപ്പ് D ഉദ്യോഗസ്ഥരുടെ ശമ്പള വർധനവും ഉടനെ ഉണ്ടാകില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ സംസ്ഥാനം ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവർ 2002 നവംബറിൽ ഒരു പ്രകടന പത്രിക ഇറക്കി. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് മുന്നേ ഇവർ ഇറക്കിയ ഒരു പ്രകടന പത്രികയിലാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാണ് ഇപ്പോൾ 1 രൂപ പോലും എടുക്കാനില്ലാതെ ഹിമാചൽ പ്രദേശിലെ സർക്കാർ വെള്ളം കുടിക്കുകയാണ്. സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ, അതായത് ഇന്ദിരാഗാന്ധി പ്യാരി ബഹന സുഖോയ് സമ്മാൻ നിധി എല്ലാ മാസവും കൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം. വെറും വാഗ്ദാനം അതായിരുന്നു നടന്നത്. പക്ഷേ 1 രൂപ പോലും കോൺഗ്രസ് കൊടുത്തിട്ടില്ല. 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ഫ്രീ ആയി നൽകുമെന്നും അവർ ഒരു വാഗ്ദാനം നൽകി. വൈദ്യുതിയെ കിട്ടാനില്ല, എന്നിട്ടല്ലേ അവിടെ സൗജന്യമുള്ളത്. 1 ലക്ഷം സർക്കാർ ജോലികൾ കൊടുക്കുമെന്നായി പ്രഖ്യാപനം. ജോലികൾക്കുള്ള ശമ്പളം 50% വെട്ടിക്കുറച്ചു, അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം. പിന്നെ എങ്ങനെയാണ് 1 ലക്ഷം പേർക്ക് ശമ്പളം കൊടുക്കാൻ പോകുന്നത്? ഞാൻ പറയേണ്ടതുമാണ്, പ്രബുദ്ധർ വിശ്വസിക്കുമെന്ന് അറിയാം. ആട്, തേക്ക്, മാഞ്ചം, ലിസ് ലോട്ടറി, ഇത്രയും സാമ്പത്തിക തട്ടിപ്പ് എന്നിവ കൊണ്ടിട്ടും പഠിക്കാത്ത മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനാണ് രാഹുൽ ഗാന്ധി എന്ന് വിശ്വസിക്കുന്ന ഗാസയിലെ കുഞ്ഞമ്മയുടെ മക്കളുടെ വിഷമത്തിൽ മാത്രം പങ്കാളിയാകുന്ന സദാം ഹുസൈനെ തൂക്കിലേറ്റാൽ, അല്ലെങ്കിൽ ഇറാനെ ബോംബിട്ടാൽ ഹർത്താലും പ്രകടനവും നടത്തുന്ന ആമസോൺ കാടിനെ സംരക്ഷിക്കാൻ പ്ലക്കാർഡുമേന്തി പൊരുവെയിലത്ത് നിൽക്കുന്ന പ്രബുദ്ധന്മാർ കോൺഗ്രസിനെ വിശ്വസിക്കുമെന്നറിയാം. ഹിമാചൽ പ്രദേശിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കുറെ പ്രബുദ്ധന്മാർ പറയും. പക്ഷേ അങ്ങനെയല്ല. ഹിമാചൽ പ്രദേശിലും കർണാടകയിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ മുങ്ങിക്കൊണ്ട് ഇരിക്കുക തന്നെയാണ്. വെറും വാഗ്ദാനങ്ങൾ മാത്രം, അതൊന്നും തന്നെ നിറവേറ്റുന്നുമില്ല.